ഇത് ഷാജി കടയ്ക്കൽ, ദുബായിലെ ഒരു മൊബൈൽ കടയുടമയാണ്. 25 വർഷമായി ഇദ്ദേഹം പ്രവാസി കുപ്പായമണിഞ്ഞിട്ട്. തൊഴിലും മറ്റു കാര്യങ്ങളുമൊക്കെയായിട്ട് തിരക്കാണെങ്കിലും ഇദ്ദേഹം മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് എന്താണെന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമസ്കാരം. പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാരം വിവാദമാക്കി കോൺഗ്രസ്. ഇ.പി. ജയരാജന്റെ ആത്മകഥ വിവാദത്തിൽ കോട്ടയം എസ്.പിയുടെ റിപ്പോർട്ട് പുറത്ത് ഇ.പി. കോടതിയെ സമീപിക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നു. പെരിയ ഇരട്ടക്കൊലക്കേസിലെ കോടതി വിധിയിൽ ഉൾപ്പെടുത്താതെ ആളുകൾക്കെതിരെ ഹൈക്കോടതി സമീപിക്കുമെന്ന് കെ.പി.സി. അധ്യക്ഷൻ കെ. സുധാകരൻ. ഒരു വാർത്താ അവതാരകനാകണമെന്നായിരുന്നു ഷാജിയുടെ ആഗ്രഹം. അതിന് കഴിഞ്ഞില്ല. എന്നാൽ വാർത്ത വായിക്കാൻ അവസരം ലഭിച്ചത് വളരെ യാദൃശികമായിട്ടായിരുന്നു. ഇത് 3 വർഷം മുമ്പാണ് നമ്മുടെ കോവിഡ് എന്ന സമയത്ത് ഒരു ഇടയ്ക്കൽ ഒരു ഇത് കിട്ടായിരുന്നു. ആ സമയത്താണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് അന്ന് ഒരു ചാനലിൽ കലയും ജീവിതം എന്നുള്ളൊരു പങ്ക്തി ഞാനാണ് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് ആ മീഡിയയിൽ അന്ന് വാർത്ത വായിക്കാൻ ആളില്ലാത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഷാജി സാർ ഒന്ന് ഒരു വാർത്ത പറയണേ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആണ് വാർത്തയിൽ തുടങ്ങിയത്. ഇതിനുശേഷം വാർത്താ വായന ഒരു ഹോബിയായി. എന്നാൽ ഹോബി ആയതുകൊണ്ട് വാർത്ത വായിച്ചു വെക്കുക മാത്രമല്ല, അത് പരിചയക്കാരിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കുമൊക്കെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ഷാജി. പ്രത്യേകിച്ച് ആരെയും അനുകരിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ റേഡിയോയിലൊക്കെ പണ്ട് കനിയാപുരം രാമേന്ദ്രൻ സാറൊക്കെ എൻ്റെ വാർത്തയൊക്കെ ഉണ്ട്. അന്നൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ ഈ കൊച്ചു കൊച്ചു കടകളിൽ ചായക്കടയിലൊക്കെ ആൾക്കാർ വന്നൊരു ചായ കുടിച്ചിട്ട് ഈ വാർത്തയൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഈ ഒരു ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്പീഡിൽ പോകുമ്പോഴും ആൾക്കാർക്കൊരു വാർത്ത എത്തിച്ച് അവരെ കേൾപ്പിക്കാൻ ഒരു ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. പ്രവാസ ലോകത്തെ തിരക്കിൽ ജീവിക്കുമ്പോഴും താൻ ആഗ്രഹിച്ചതെന്തോ അതുകൂടെ ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്തുകയാണ് ഇദ്ദേഹം.